പ്രിയപ്പെട്ടത്, ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിനകത്ത് ഇങ്ങനൊരു വചനം എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ സുവിശേഷ പ്രകാരം ദൈവം നിങ്ങളുടെ രഹസ്യങ്ങളെ യേശുക്രിസ്തു മുഖാന്തരം ന്യായം വിധിക്കുന്ന നാളില്. അപ്പോൾ നോക്കുവിനെ, പൗലോസ് അപ്പോസ്തലൻ ഈ സുവിശേഷം അറിയിക്കുമ്പോൾ ഈ സുവിശേഷം വെച്ചിട്ടാണ് ലോകാവസാന ദിവസം ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നത്. നമ്മുടെ പാരമ്പര്യം അതിനകത്ത് വരുത്തില്ല, നമ്മുടെ പിതൃപാരമ്പര്യം വെച്ചല്ല, നമ്മുടെ പുരോഹിതന്മാരുടെ ഉപദേശം വെച്ചുമല്ല, എഴുതപ്പെട്ട ശ്രീഹന്മാരാൽ എഴുതപ്പെട്ട തെറ്റിക്കൂടാൻ പറ്റാത്ത ഈ എഴുതപ്പെട്ട ദൈവവചനം വെച്ച് ദൈവം നമ്മളെ ന്യായം വിധിക്കുമ്പോൾ അങ്ങനെ ഒന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കഴിയുന്നിടത്തോളം ആ ബൈബിളിലേക്ക്, ദൈവവചനത്തിലേക്ക്, ശ്രീഹന്മാരുടെ വചനത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിതൃപാരമ്പര്യം വ്യർത്ഥമാണെന്ന് പത്രോസ് ശ്ലീഹ നമ്മളോട് പറയുന്നു. അതായത് ഒരു മനുഷ്യനെ വീണ്ടെടുക്കുന്നത് വ്യർത്ഥമായിരിക്കുന്ന പിതൃപാരമ്പര്യമല്ല, പൊന്നും വെള്ളിയുമല്ല, വിലയേറിയ കല്ലുകൊണ്ടുമല്ല, പിന്നെയോ യേശുക്രിസ്തു എന്ന നിർദോഷമായിരിക്കുന്ന രക്തം കൊണ്ട്, യേശുക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായിരിക്കുന്ന രക്തത്താൽ അത്രയും നമ്മളെ വീണ്ടെടുക്കുന്നത്. അപ്പോസ്തലന്മാരെല്ലാം പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, യേശുക്രിസ്തുവിന്റെ രക്തം. ആ രക്തത്തിന് മാത്രമേ നമ്മളെ പാപത്തിന് പരിഹാര ബലിയായിട്ട് നൽകപ്പെട്ടിട്ടുള്ളൂ. ആ രക്തത്തിൽ ആശ്രയിച്ചിട്ടല്ലാതെ ആർക്കും പാപമോചനം ലഭിക്കാൻ കഴിയാത്തതുമില്ല. അത് എങ്ങനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.